അതുപോലെ തന്നെ പെൺകുട്ടികളുടെ വളർച്ചക്കനുസരിച്ച് ഉപദേശം നൽകണം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, തിരുവനന്തപുരത്ത് മദ്രസയിൽ വെച്ചൊരു കുട്ടി തൂങ്ങി മരിച്ചു. വാർത്തകൾ വന്നു. അതേ, ഏതോ ഒരു സ്ഥാപനത്തിൽ വെച്ചാണെന്നാണ് എൻ്റെ ഓർമ്മ. അവസാനം വാർത്തകൾ വന്നു, സ്ഥാപനത്തിലെ പീഡനമാണ്. ഇപ്പൊ അറിയാൻ കഴിഞ്ഞു അയൽവാസിയായ വേറൊരുത്തനുമായുള്ള ബന്ധമാണ്. അങ്ങനെ അവരുമായുള്ള ബന്ധത്തിന്റെ പേരിൽ ഉണ്ടായ വലിയ പ്രയാസകരമായൊരവസ്ഥയിലേക്ക് എത്തി. ലൈംഗികമായ പ്രശ്നങ്ങൾ ഉണ്ടായി. അതിൻ്റെ പേരിലാണ് ആ പെൺകുട്ടി തൂങ്ങി മരിച്ചത് എന്ന് വാർത്തകൾ പുറത്തു വരികയാണ്. സുബ്ഹാനല്ലാഹ്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാനൊരു അഡ്വക്കേറ്റിനെ കണ്ടു. എൻ്റെ ഒരു സുഹൃത്താണ്. ആ സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഒരാളെ ഇപ്പോ ജയിലിലുണ്ട്, പോലീസ് പിടിച്ചിട്ട്. എന്തിനാണെന്നറിയുമോ? സ്വന്തം മകളെ ലൈംഗികമായി പീഡിപ്പിച്ചു. സ്വന്തം മകള്. ഈ ഉപ്പയെ കുറിച്ച് പറയാണ്, എൻ്റെ ഉപ്പ എന്നെ ഇങ്ങനെയാക്കി, എന്നെ അങ്ങനെയാക്കി എന്ന്. സുബ്ഹാനല്ലാഹ്. എന്തൊരു കാലഘട്ടമാണ്, വല്ലാത്തൊരു ലോകമാണ്. ഇപ്പൊ അടുത്തൊരുപാട് ഒളിച്ചോട്ടങ്ങൾ നടന്നു. ഈ ഒളിച്ചോട്ടം നടന്നവരിൽ ഒരുപാട് സ്ത്രീകൾ അവരുടെ വീട് വിട്ട് ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച് സ്വന്തം വീട് വിട്ട് ഒളിച്ചോടിപ്പോയി. ആരുടെ കൂടെയാണ് ഒളിച്ചോടിപ്പോയത്? പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന കൂട്ടുകാരുടെ കൂടെ. ഇപ്പൊ പുതിയൊരു കോലാണല്ലോ, പുതിയൊരു അവസ്ഥയാണല്ലോ. സ്കൂളുകളിൽ പഠിച്ച് പഠിച്ചു കഴിഞ്ഞ് അവർ SSLC കഴിഞ്ഞ്, അവർ +2 കഴിഞ്ഞ്, അവർ വിവിധങ്ങളായ ലോകത്തെ കല്യാണമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഭർത്താവിൻ്റെ കൂടെ മക്കളായി സുഖകരമായി ഇങ്ങനെ ജീവിക്കുമ്പോ അതാ വരുന്ന പുതിയൊരു ഫിത്ന. എന്താണ് ആ ഫിത്ന? ആ ഫിത്നയാണ് സ്കൂളുകളിലെ പഴയകാല ഒരു സ്കൂള് ക്ലാസ്സിലെ ആളുകളുടെ ഒരു സംഗമം, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്താ പരിപാടി? പണ്ട് SSLC പഠിച്ച ആ ഗ്യാങ്, അന്നത്തെ ബാച്ചിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ്. അതിലെല്ലാവരെയും ആഡ് ചെയ്യാൻ. അന്ന് സ്കൂളിൽ പഠിച്ച ആ ബാച്ചിലെ 3 ക്ലാസ് ഉണ്ടെങ്കിൽ 3 ക്ലാസ്സിലെയും 4 ക്ലാസ്സിലെയും അങ്ങനെ ഒന്നിച്ച് അവരെയൊക്കെ ഒരു ഗ്രൂപ്പാക്കി, വാട്സപ്പ് ഗ്രൂപ്പാക്കി. അങ്ങനെ അവരുടെയൊക്കെ ഒരു പരിപാടി. സുബ്ഹാനല്ലാഹ്. ഇവരെ നമ്പറും ആർക്കും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവരെ കുറിച്ച് പരിചയമില്ല, ഓർമ്മയില്ല. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എന്തോ ഒരു ചെറിയ പ്രേമൊക്കെ അവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി എന്ന് വന്നിട്ടുണ്ടാവാം. ചെറിയ പഠിക്കുന്ന സമയത്ത്, ബുദ്ധിയില്ലാത്ത സമയത്ത്. അങ്ങനെ ഒരുപക്ഷെ മാനസികമായി വല്ല ചിന്തയുടെയും ഭാഗമായി ഒരുപക്ഷെ അങ്ങനെ എന്തെങ്കിലും സ്നേഹമോ ഒരു സൗഹൃദമോ അവരുടെ ഇടയിൽ ഒരുപക്ഷെ ഉണ്ടായി എന്ന് വന്നിട്ടുണ്ടാകാം. അതൊക്കെ കല്യാണം കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് ഇറങ്ങലോടുകൂടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവർ മക്കളൊക്കെ ആയി ജീവിച്ചിങ്ങനെ പോകുമ്പോൾ അതൊക്കെ മറന്ന ഒരു ലോകത്തായിരുന്നു. പക്ഷേ ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ തിരിച്ചു വന്നു. അവർക്ക് നമ്പർ കിട്ടി, പരസ്പരം ചാറ്റിംഗ് ആയി. സ്കൂളിൽ വലിയ സംഗമങ്ങൾ സംഘടിപ്പിച്ചു. സംഗമങ്ങളിൽ വെച്ച് ഇവർ പരസ്പരം കാണുകയാണ്, പണ്ടത്തെ ഓർമ്മകൾ പുതുക്കുകയാണ്, ഇവർ പരസ്പരം ചാറ്റ് ചെയ്യുകയാണ്. അവസാനം സ്വന്തം ഭർത്താവിനെയും മക്കളെയും സ്വന്തം വീടുകളിൽ ഉപേക്ഷിച്ച് പണ്ട് സ്കൂളിൽ പഠിച്ച കൂട്ടുകാരന്റെ കൂടെ വീട് വിട്ട് ഇറങ്ങിപ്പോയ എത്ര 100 കണക്കിന് സംഭവങ്ങളാണ് ഇപ്പോൾ അടുത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം, ഒരാളും അങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ അംഗമാകാൻ തന്നെ പാടില്ല. വലിയ തെറ്റിലേക്കാണ്, വലിയ അപകടത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. രക്ഷിതാക്കൾ മക്കളെ അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിന് തുടക്കത്തിൽ തന്നെ ലെഫ്റ്റാക്കി അങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ ആഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. വലിയ ഫിത്നയാണ്, വല്ലാത്തൊരു ഫിത്നയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എത്ര ആളുകൾക്ക് ആ ഉമ്മയെ നഷ്ടപ്പെട്ടത്, എത്ര മക്കൾക്കാണ് ഉമ്മയെ നഷ്ടപ്പെട്ടത്, എത്ര ഭർത്താക്കന്മാർക്കാണ് ഭാര്യമാരെ നഷ്ടപ്പെട്ടത്. അതിൻ്റെ ഒരു കണക്ക് തന്നെ ഇപ്പൊ അടുത്ത് വന്നിരുന്നു. ഞാൻ ഇപ്പോൾ അതിലേക്ക് കൂടുതലായി കടന്നു പോകുന്നില്ല. വല്ലാത്തൊരു ദുരന്തല്ലേ, വല്ലാത്തൊരു ദുരന്താണ് ഈ ഒരു സംഗമങ്ങൾ, ഈ ഒരു വാട്സപ്പ് കൂട്ടായ്മകൾ. അത് ഉണ്ടാകാനേ പാടില്ല. എല്ലാവരും അതിൽ നിന്ന് ഒഴിവാകണമെന്നാണ് പറയാനുള്ളത്. വലിയ ഫിത്നയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്, വല്ലാത്തൊരു ഫിത്നയിലേക്ക്. അതുപോലെ തന്നെ രക്ഷിതാക്കള് നല്ല
നല്ല ശ്രദ്ധയോടെ വേണം. 8 മണിക്കൂറെങ്കിലും ഒരു കുട്ടി ഉറങ്ങട്ടെ. ഒരു 8 മണിക്കൂർ ഒരു കുട്ടി ഉറങ്ങട്ടെ. ഇത് ഉറങ്ങാണ്ട് എങ്ങനെയായി ഈ മാനസികമായ ഒരു തയ്യാറെടുപ്പ് ഒരു കുട്ടിക്ക് ഉണ്ടാവൂല. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി 8 മണിക്കൂർ, ചുരുങ്ങിയത് ഒരു 7 മണിക്കൂർ എന്തായാലും ഉറങ്ങണം. അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. ഇത് രാത്രി ഇങ്ങനെ ഒരുപാട് സമയം പകലും ഉറക്കില്ല, രാത്രി ഉറക്കില്ല. ഈ കുട്ടിയുടെ ബുദ്ധി എങ്ങനെ വികസിക്കാനാണ്? ഉറക്ക് വലിയൊരു വിഷയമാണ്. അതുപോലെ തന്നെ ഇപ്പോ പണ്ടൊക്കെ കുട്ടികൾ നേരത്തെ ഉറങ്ങായിരുന്നു. ഇപ്പൊ കുട്ടികൾ മുതിർന്നവര് കിടക്കുമ്പോഴേ കുട്ടികളും കിടക്കുന്നുള്ളൂ. ആ ശീലം മാറ്റണം, ആ ശൈലി മാറണം. അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കണേ. ഭക്ഷണം ഉണ്ടാക്കണം, എല്ലാവരും ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം. ഫാസ്റ്റ് ഫുഡിന്റെ ഒരു ലോകമാണ്. എപ്പോഴെങ്കിലും മാസത്തിൽ 1-2 തവണ അല്ലെങ്കിൽ ആഴ്ചയിൽ എപ്പോഴോ ഒന്ന് ഒരു ഫാസ്റ്റ് ഫുഡ് കഴിച്ചോ അല്ലെങ്കിൽ അതല്ല വിഷയം. ഇത് എന്നും ഇതന്നെ പരിപാടി. എത്ര ഉമ്മമാര് സുബ്ഹാനല്ലാഹ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉസ്താദുമാർക്ക് വരെ ഫാസ്റ്റ് ഫുഡ് കൊടുത്തേക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഉസ്താദുമാർക്ക് കൊടുത്തൂടെന്നൊക്കെ ഒരു ചോദ്യമൊക്കെ ഉണ്ടാവും. അതൊക്കെ നല്ല നല്ല ശീലമുള്ളവരുടെ ശീലങ്ങളല്ല. ഞാനൊരു സ്ഥലത്ത് വയലിന് പോയപ്പോ അവിടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചു. ഞാൻ വിചാരിച്ചു വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ നല്ല കാര്യമായിട്ട് ആ വീട്ടുകാര് ഒരു പക്ഷേ നല്ല വിഭവസമൃദ്ധമായ നല്ല ഭക്ഷണം സ്വന്തമായി കൈകൊണ്ട് ഉണ്ടാക്കി. അതിനാണല്ലോ ടേസ്റ്റ്. ഇത് ഹോട്ടലിലത്തെ ഭക്ഷണം മുഴുവൻ ഹോട്ടലിലത്തെ ഭക്ഷണം, നമുക്ക് പറ്റാത്തത് പലതും. അങ്ങനെ ഇത് കഴിക്കാൻ വേണ്ടി നിർബന്ധിതമായി അങ്ങനെ കഴിക്കേണ്ടി വരികയാണ്. ഏതെങ്കിലും ഒരു വീട്ടിൽ കുറച്ച് എന്തെങ്കിലും മന്തിയോ മറ്റോ കൊണ്ടുവച്ചതിനെ കുറിച്ചല്ലോ ഞാനീ പറയണത്. അവിടെയുള്ള മുഴുവനും അതന്നെ ആയിപ്പോയി. അങ്ങനെ ഉണ്ടല്ലോ, എല്ലാം തൊട്ടത് മുഴുവനും ഫാസ്റ്റ് ഫുഡ് ആയിപ്പോയി. അതിങ്ങനെ കൊണ്ടുവന്ന് അതിനെയാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന അവർക്ക് ഒരു ആവേശമില്ല. ആരൊക്കെ ഇങ്ങനെ തൊട്ട് എന്ന് വെച്ചിട്ട് കഴിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ആയാ പറ്റുമോ? പറ്റൂല. വലിയ മാറ്റങ്ങൾ നമ്മുടെ പല വിഷയങ്ങളിൽ ഉണ്ടാകേണ്ടതുണ്ട്. സമയം ദീർഘിച്ചു പോകുന്നു എന്ന് എനിക്കറിയാം. ഇലക്കറികളും ചെറുപയറും അതുപോലെ തന്നെയുള്ള സാധനങ്ങൾ ധാരാളം ഭക്ഷണത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇലക്കറികൾ നന്നായി ഉപയോഗിക്കണം. അതുപോലെ തന്നെ വീട്ടിലെ പണികളിലൊക്കെ കുട്ടികൾ പങ്കാളികളാക്കണം. യൂണിഫോം കഴുകാനുള്ള ഒരു പ്രത്യേകമായ ബക്കറ്റ് അവിടെ വെക്കണം. അതിൽ മാത്രമേ യൂണിഫോം നിക്ഷേപിക്കാവൂ. ഇത് ഒരുപാട് വസ്ത്രം എടുത്തിട്ട് ഒരു മൂലക്കിട്ട് വേറൊരു മൂലക്കിട്ട് ഇത് ഈ ശീലം കുട്ടികളിൽ നിന്ന് ഒഴിവാക്കണം. അവർക്ക് വന്നാൽ അവർക്ക് അവരുടെ വസ്ത്രമിടാൻ ഒരു പ്രത്യേകമായ സംവിധാനം ഉണ്ടാക്കണം. അങ്ങനെ ഭക്ഷണശേഷം പാത്രം കുട്ടികൾ സ്വയമായി വൃത്തിയാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണം. അത് ഇക്കാര്യങ്ങളെല്ലാം പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ശ്രദ്ധിച്ച് നല്ല ഒരു അധ്യയന വർഷം തുടങ്ങി നല്ല കുട്ടികളായി പഠിച്ച് അവരുടെ ഉപദേശങ്ങൾ കൊടുക്കേണ്ട സമയത്ത് ഉപദേശങ്ങൾ, ചിരിക്കേണ്ട സമയത്ത് ചിരിത്തി, തമാശ പറയേണ്ട സമയത്ത് തമാശ, അങ്ങനെ അവരുമായി കൂടിച്ചേർന്ന് അവരിൽ ഒരാളായി ജീവിച്ച് അവരെ വളർത്തിയെടുക്കാൻ രക്ഷിതാക്കളെല്ലാവരും ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ നീ നല്ല മക്കളാക്കണേ അല്ലാ, അതബുള്ള മക്കളാക്കണേ അല്ലാ, ആഖിറത്തിൽ ഉപകരിക്കുന്ന മക്കളാക്കണേ റബ്ബേ, നല്ല നല്ല അഖലുള്ള ബുദ്ധിയുള്ള മക്കളാക്കണേ അല്ലാ. അവർക്കൊക്കെ നാളെ മുതൽ നന്നായി സ്കൂളിലേക്ക് പോകാനും നന്നായി പഠിക്കാനും നല്ല ഓർമ്മശക്തി ഉണ്ടാകാനും നീ തൗഫീഖ് നൽകണേ അല്ലാ. എൻ്റെ മക്കളോട് ഞാനൊരു ഉപദേശം പറയുകയാണ്. മദനിയത്തിൽ പങ്കെടുക്കുന്ന മക്കളെ, നിങ്ങളെ ഉമ്മമാരെ, നിങ്ങളെ ഉപ്പമാരെ അനുസരിക്കണേ, നല്ല മക്കളാകണേ. നിങ്ങൾ എത്ര വലിയ പഠിച്ച് ഉന്നതിയിലെത്തിയാലും, നിങ്ങൾ എത്ര വലിയ ഉന്നതിയുള്ള ഡോക്ടർമാരോ എഞ്ചിനീയർമാരോ വലിയ ഉന്നതിയിലേക്ക് എത്തിയാലും നിങ്ങളുടെ ഉമ്മ തന്നെയാണ് കേട്ടോ. നിങ്ങളുടെ ഉപ്പ തന്നെയാണ് കേട്ടോ. ഉപ്പാനെ മറന്നുകൊണ്ടുള്ളൊരു ജീവിതം പറ്റൂല, ഉമ്മാനെ മറന്നുകൊണ്ടുള്ളൊരു ജീവിതം പറ്റൂല. അവര് ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ വില നമുക്കറിയൂല. അവരൊന്ന് മരണപ്പെട്ടു പോയാൽ
അപ്പോഴാണ് ഉമ്മ ആരാണ് ഉപ്പ ആരാണെന്ന് നമുക്ക് മനസ്സിലാകൂ. അതുകൊണ്ട് ശ്രദ്ധിക്കണേ മക്കളെ. അവരുള്ള കാലത്ത് മാത്രമേ അവരനുസരിക്കാൻ കഴിയൂ, അവര് പറഞ്ഞത് കേൾക്കാൻ കഴിയൂ. അവരങ്ങ് വിട പറഞ്ഞു പോയാൽ, അവരല്ലാഹുവിലേക്ക് യാത്രയായാൽ പിന്നെ നിങ്ങൾക്ക് അവരുടെ വിഷയത്തിൽ വേദനിച്ചിട്ട് കാര്യമില്ല. ഉള്ള സമയത്ത് ഉപ്പാന്റെ ഉമ്മാന്റെ പൊരുത്തം വാങ്ങിക്കോ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാ വിദ്യാർത്ഥിനികൾക്കും പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികൾക്കും മദനീയം ഉസ്താദിന്റെയും മദനീയം കുടുംബത്തിന്റെയും എല്ലാവിധ വിജയ അഭിനന്ദന എല്ലാ നിലക്കുള്ള വിജയ ഭാവുകങ്ങളും നമ്മൾ നേരുകയാണ് ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും നമ്മുടെ ദുആയുണ്ടാകും. നല്ല മക്കളായി പഠിച്ചു വളരുക, നല്ല വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ചൊല്ലേണ്ട ദിക്റുകളൊക്കെ ചൊല്ലി ഇറങ്ങുക, സൗഹൃദങ്ങളൊക്കെ സൂക്ഷിക്കുക. അനാവശ്യമായ ഒരു സൗഹൃദവും ആവശ്യമില്ല. കഴുകക്കണ്ണുകൾ ചുറ്റുഭാഗങ്ങളിലും നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിന്റെ, നിങ്ങളുടെ ഉമ്മയുടെ, നിങ്ങളുടെ ഉപ്പയുടെ അഭിമാനം നഷ്ടപ്പെടുത്താൻ വേണ്ടി പല കഴുകക്കണ്ണുകളും ചുറ്റുഭാഗത്തുമുണ്ട്. ഒരൊറ്റ ഒന്നിലും പെടാതെ പഠിക്കുന്ന സമയത്ത് പഠിക്കാൻ വേണ്ടി പോയാൽ പഠിക്കേണ്ടത് രൂപത്തിൽ പഠിച്ച് നല്ല മനസ്സോടെ വീട്ടിലേക്ക് തിരിച്ചു വരിക. ഒരാളുടെ ഒരു പ്രലോഭനങ്ങളിലോ ഒരു കഴുകക്കണ്ണുകളിലോ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. നല്ല ശ്രദ്ധയുള്ള മക്കളാകണം. അല്ലാഹു നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി തരട്ടെ.